ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, ഞാൻ പറയുന്നത് മാഡം സ്വസ്ഥമായിട്ടൊന്ന് കേൾക്കണം. ഞാൻ കേൾക്കില്ല. രാജു പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. മാഡം വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ലൈഫ് തകരും. അതാരാ? നിലാവത്ത് കോഴി ഇറങ്ങുന്നത് പോലെ വരുന്നത് നമ്മുടെ മുണ്ടയ്ക്കലമ്മയല്ലേ? ആ, കോഴിയല്ല, കൊളക്കോഴിയാ ഇറങ്ങിയത്. രുക്മിണി ഒന്ന് മാറിയേ, ഞാനൊന്ന് ഇരിക്കട്ടെ. അയ്യോ, നിങ്ങളിത് എവിടെ പോരുന്ന അമ്മേ? ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയല്ലോ. ആദ്യം ഒരിത്തിരി വെള്ളം എടുക്ക്. പോയ സ്ഥലമൊക്കെ പിറകെ പറയാം. നിങ്ങള് വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ ജയന്റെ അമ്മ. എന്ത് വെച്ച്? ആരെങ്കിലും ഓടിച്ചോ? എന്നെ ആരും ഓട്ടിച്ചിട്ടുമില്ല, ഞാനൊട്ട് ഓടത്തുമില്ല. ഞാനേ ഉണ്ണിയാർച്ചയുടെയും തുമ്പോലർച്ചയുടെയും പിൻഗാമിയാ. കൊച്ചമ്മിണിയാർച്ച. കൊച്ചമ്മിണിയാർച്ച. ദാ കുടിക്ക്. എവിടെ പോയത് അമ്മേ? സത്യം പറ. ഞാൻ ഉള്ളത് പറയാലോ. വലിയ വലിയ ആൾക്കാർക്കൊപ്പം അല്ലേ ഇപ്പൊ എന്റെ സഹവാസം. മന്ത്രിമാര്, സിനിമാ നടന്മാര്, സീരിയൽ നടീനടന്മാര്. അപ്പൊ എന്റെ പേര് മാറ്റണമെന്ന് തോന്നി. പേര് മാറ്റണമെങ്കിൽ ഗസറ്റി പരസ്യം കൊടുക്കണമെന്ന് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോ പറഞ്ഞു. അങ്ങനെ ഞാൻ പേര് മാറ്റാൻ ഗസറ്റി പരസ്യം കൊടുക്കാൻ പോയതാ. അമ്മയുടെ പുതിയ പേരെന്താ? നയൻതാര. വികൃതകുമാരി എന്ന് ഇട്ടാ മതിയായിരുന്നു. അതാണ് നല്ല പേര്. വികടകുമാരനും കൊള്ളാം. അത് അച്ഛനെ കിട്ടാ മതി. സങ്കടപ്പെട്ട് വന്നതാ, അതങ്ങ് മാറി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ രാധമ്മേ. ശരി രുക്മിണി. വേണുട്ടാ, പിള്ളേരുടെ കാര്യം എന്തായി? പ്രശ്നമായിടി. ആ കുട്ടി രാജുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്യും വേണുവേട്ടാ? എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്കറിയില്ല. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിടി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷണം തരുന്നത്? ഏത് നേരം കരയാനാണല്ലോ ഞങ്ങളുടെ വിധി. മതി. എന്താ രാജു? ചതിയനാ രാജു, ചതിയ. നിക്ക്. അമ്മേ, അവനിങ്ങോട്ട് കയറിയിട്ടുണ്ട്. ആ രാജു. രണ്ടും തമ്മിലുള്ള അടി ഇപ്പൊ കാണാം. ഇതൊക്കെ കാണാനില്ലേടാ നമ്മൾ ഈ കാശൊക്കെ മുടക്കുന്നേ. എന്നാലും ആ പടുകളിൽ ആള് കൊള്ളാലോ, ആ കുഞ്ഞമണി. അയ്യോ, കുഞ്ഞമ്മണിയല്ല, കൊച്ചമ്മണി. നീ വാ വാ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഫയർ ഉള്ളപ്പോ എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടി? മേഡം, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. നിങ്ങളുടെ ആൻസർ എനിക്ക് കേൾക്കണം. അത് കേട്ടിട്ട് നിങ്ങളെ ഞാൻ വിടും. പറ,
ഇന്ന് തൊട്ട് നിങ്ങൾ തമ്മിൽ പരിചയം. നിങ്ങൾ എന്റെ ബോഡി ഗാർഡായി നടക്കുമ്പോഴും അവളുമായി കണക്ഷൻ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങൾ അന്നത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അന്ന് ഞാൻ വഴിമാറി തരില്ലായിരുന്നോ? മാഡം, ഞാൻ പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേക്ക്. ഞാൻ ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയേ. മറ്റൊരു പെണ്ണിനോടൊപ്പം ഭർത്താവിനെ പോലെ ജീവിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചു? മാഡം, എന്നെക്കാള് വേറെ എന്താ നിങ്ങൾ അവളിൽ കണ്ടത്? നിങ്ങൾ എന്തിനെന്റെ ജീവിതം തകർത്തു? എനിക്കത് അറിയണ്ട. മാഡം, ഞാൻ പറയുന്നത് മാഡം സ്വസ്ഥമായിട്ടൊന്ന് കേൾക്കണം. ഞാൻ കേൾക്കില്ല. രാജു പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. മാഡം വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ലൈഫ് തകരും. നമ്മൾ തമ്മിലെ ലൈഫോ? എന്ത് ലൈഫ്? മറ്റൊരു പെണ്ണിനെ ഭാര്യയാക്കി വെച്ചുകൊണ്ട് എന്നെ ചതിച്ച നിങ്ങള് ഞാൻ എന്താ ചെയ്യണ്ടേ? മാഡം, ചതിച്ചെന്നോ? മാഡം, ഞാൻ എന്റെ ഹൃദയം തുറന്നാ സംസാരിക്കുന്നത്. മാഡത്തോടല്ലാതെ മറ്റൊരു പെണ്ണിനോടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആ ലെറ്ററിലൂടെ നിങ്ങൾ അതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ അത് മാറ്റി പറയുന്നേ? ആ ലെറ്റർ ഞാൻ എഴുതിയതല്ല മാഡം. അതൊരു ചതിയാ. ചതിയോ? ആ ചതിയൻ നിങ്ങള്. ഇടയ്ക്ക് വേണ്ട പണി ഇപ്പൊ കൊടുക്കണം. ഒരാളും മറ്റൊരാളെ കൊല്ലണമെങ്കിലേ ആ പണി ഇപ്പൊ കൊടുത്തേ പറ്റൂ. നീ വാ. പാൽക്കാരി അംബികയാ. ഹലോ, ഞാനാ മുണ്ടക്കലമ്മേ, അംബിക. എന്താ അംബിക? അവളെവിടെ? മുങ്ങി ചത്തോ? ഇല്ല, ഇവിടെ അടി നടക്കുന്നേ ഉള്ളൂ. അടിച്ച് പിരിയും. ആറ്റം ബോംബെടുത്തല്ലേ ഞാൻ എറിഞ്ഞു കൊടുത്തത്. ഇവിടെ മുറിക്കകത്ത് വഴക്ക് കൊടുമ്പിരി കൊള്ളുക. അവര് തമ്മിൽ തല്ലി പിരിയണമെങ്കിലേ ആ റിയ എന്ന പ്രയോഗം ഒന്നുകൂടി കൊടുക്കണം. അകലെ